ക്ഷേത്രത്തിലാണ് കേട്ടോ, ശിവക്ഷേത്രത്തിലാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒരു റിലേറ്റീവിൻ്റെ കല്യാണം കൂടാനായിട്ടാണ് വന്നിട്ടുള്ളത്. അതിനായിട്ട് എക്സൈറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലത്തിന് ശേഷം ഞങ്ങളുടെ റിലേറ്റീവ്സിനെയൊക്കെ ഒന്നും കൂടി കാണാമെന്ന് വിചാരിച്ചു. അമ്മയുടെ റിലേറ്റീവ്സാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ 2 കല്യാണം ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കല്യാണം 3ാമത്തെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ബ്രൈഡിനെ അങ്ങനെ നോക്കുമായിരുന്നു. ഇത് വേറെ ബ്രൈഡാണ്, പിന്നെയാണ് പറഞ്ഞത്. ആ അറ്റത്ത് നിൽക്കുന്നതാണ് ഞങ്ങളുടെ ബ്രൈഡ്. അപ്പോൾ ഈ അറ്റത്ത് നിന്ന് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ. അതിനുശേഷം നേരെ അമ്പലത്തിലൊക്കെ തൊഴുതേ താലികെട്ടാണ്. ഇപ്പോൾ ഇവർ ട്വിൻസാണ് കേട്ടോ, അതിൻ്റെ പൊന്നൂനും മിന്നൂനും പോലെ. പിന്നെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഈ പെൺകുട്ടിയുടെ പേരും മിന്നു എന്നാണ് കേട്ടോ. ആ ഒരു പിങ്ക് കളർ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് അതിൻ്റെ അനിയത്തി തന്നെയാണ്. പച്ചസാരി ഉടുത്തത് അമ്മ. ചെക്കനെ തൊട്ടപ്പുറത്ത് ഒരു ചുവന്ന ഷർട്ട് ഇട്ട് നിൽക്കുന്നത് അച്ഛനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ താലി കെട്ടാൻ എങ്ങനെയാണെന്നൊക്കെ ചെക്കന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിൻ്റെ ഇടയിൽ കുറേ കമൻറ്റുകളൊക്കെ ഉണ്ട്. കൈവറി ഉണ്ടോ അങ്ങനെ ഉണ്ടോ എന്നൊക്കെ എല്ലായിടത്തും കാണുന്ന പോലെ ആസ് യൂഷ്വൽ. അപ്പോൾ അവർ മഹനീയമായ മുഹൂർത്തമുണ്ട്. മറ്റേത് ചെക്കൻ്റെ റിലേറ്റീവാണ്. ചെക്കൻ്റെ അച്ഛനമ്മേനൊക്കെ നല്ല പ്രായം കുറവാണ്. കണ്ട ചേച്ചി അനിയനാന്നൊക്കെ തോന്നുള്ളൂ. അപ്പോൾ അങ്ങനെ താലികെട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ താലികെട്ടൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവരുടെ ജീവിതം മംഗളമാവട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുത്തതല്ലാട്ടോ, എൻ്റെ മോളാണ് എടുത്തത്. റിലേറ്റീവ്സ് അതിനോട് സംസാരിക്കാൻ പോയി. അതിന് ശേഷം ഹാളുണ്ടായിരുന്നു. അപ്പോൾ ചേർപ്പിലെ ഒരു പള്ളിയുടെ മുന്നിലുള്ളൊരു പാരിഷ് ഹാളാണ് കേട്ടോ ഈ പള്ളി. അപ്പോൾ അതിൻ്റെ മുന്നിലുള്ള ഹാളാണ്, നല്ല ഹാളാണ്. നമുക്ക് ഭക്ഷണം കഴിക്കാനൊരു സ്ഥലം, പിന്നെ സ്റ്റേജിനൊരു സ്ഥലം. അപ്പോൾ സ്റ്റേജ് വധുവരന്മാർ വന്നിട്ടാണ് ലൈറ്റൊക്കെ ഇടുള്ളൂ. നല്ല ഗണപതിയുടെ നല്ല ഭംഗിയുണ്ട്, വിളക്കൊക്കെ ആയിട്ട് നല്ല അടിപൊളി സ്റ്റേജാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. സിമ്പിളാണെന്ന് വെച്ചാൽ നല്ല ഭംഗിയുണ്ട് ഗാനം. അതിനുശേഷം ചെക്കനും പെണ്ണൊക്കെ സ്റ്റേജിന്മേൽ കയറി. സ്റ്റേജിൽ വന്നിട്ടാണ് മാലയിട്ടത്. ചെക്കൻ്റെ സൈഡിൽ നിൽക്കുന്നത് ചെക്കൻ്റെ അച്ഛൻ, അമ്മ, അനിയൻ. പെണ്ണിൻ്റെ സൈഡിൽ നിൽക്കുന്നത് ട്വിൻ സിസ്റ്റർ, അമ്മ, അച്ഛൻ, പിന്നെ ഒരു ബ്രദറും കൂടി ഉണ്ട് കേട്ടോ അവർക്ക്. അങ്ങനെ മാലയിടൽ ചടങ്ങാണ്. അതിനുശേഷം പെണ്ണിൻ്റെ അനിയൻ ചെക്കന് മാലയിട്ട് കൊടുത്തിട്ട് കഴുത്തിക്കൂടെ ഇടാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഇങ്ങനെ കുളത്തിട്ട് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതെല്ലാവരും താലി കെട്ടി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കോമഡി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ അധികം വീഡിയോ എടുക്കാനൊന്നുമില്ല. ഞങ്ങൾ നേരെ ബന്ധുക്കളൊക്കെ ആയിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ റിസപ്ഷനാണ് പോയത് കേട്ടോ. അതുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ പോകുന്നു. അതിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കാറുണ്ട്, എല്ലാവരും കാണണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.